ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. കോപം ഉടലെടുക്കുമ്പോൾ തന്നെ അത് നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, സമയോചിതമായ മറുമരുന്ന് എന്ന നിലയിൽ പാമ്പിന്റെ വിഷം വേഗത്തിൽ പടരുന്നത് പരിശോധിക്കും. അത്തരമൊരു സന്യാസി സർപ്പം അതിന്റെ ജീർണിച്ച ചർമ്മം ചൊരിയുന്നതുപോലെ ഇവിടെയും അപ്പുറത്തും ഉപേക്ഷിക്കുന്നു. ബുദ്ധൻ. നിങ്ങളുടെ അഭ്യർത്ഥനയനുസരിച്ച് പ്രചോദനക്കുറിപ്പുകൾക്കൊപ്പം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ വരികൾ ഇതാ. മനസ്സിൽ രോഷം ഉയരുന്ന നിമിഷം തന്നെ അതിനെ അടക്കാൻ കഴിയുന്ന ആൾ പെട്ടെന്നു പടരുന്ന പാമ്പിന്റെ വിഷത്തെ ശമിപ്പിക്കാൻ മറുവിഷം നൽകുന്നതുപോലെയാണ്. അത്തരമൊരു സന്യാസി ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. പാമ്പ് പഴയ പുറംകുടൽ ഉപേക്ഷിക്കുന്നതുപോലെ തന്നെ. പ്രചോദനക്കുറിപ്പുകൾ. ക്രോധത്തെ നിയന്ത്രിക്കുക. നിങ്ങളുടെ ക്രോധത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് ജീവിതത്തിലെ വിജയത്തിന് വളരെ പ്രധാനമാണ്. അത് നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാനും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. വിഷമമായ വികാരങ്ങളെ കീഴടക്കുക. ക്രോധം മാത്രമല്ല, അസൂയ, അഹന്ത, മോഹം തുടങ്ങിയ വിഷമമായ വികാരങ്ങളെയും നിയന്ത്രിക്കേണ്ടത് പ്രധാനമാണ്. ഈ വികാരങ്ങൾ നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു. അനാവശ്യമായ കെട്ടുപാടുകൾ ഉപേക്ഷിക്കുക. ജീവിതത്തിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന അനാവശ്യമായ കെട്ടുപാടുകൾ ഉപേക്ഷിക്കുന്നത് പ്രധാനമാണ്. ഇതിൽ വസ്തുക്കളോടുള്ള ആസക്തി, മറ്റുള്ളവരുടെ അംഗീകാരത്തിനായുള്ള മോഹം, ദുഃഖത്തിന്റെ പിടിയിൽ നിന്നും പുറത്തുവരാനുള്ള കഴിവില്ലായ്മ എന്നിവ ഉൾപ്പെടുന്നു. പുരോഗതി. പഴയ ശീലങ്ങളെയും ചിന്തകളെയും ഉപേക്ഷിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനും തയ്യാറാവുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കും. ആന്തരിക സമാധാനം. ക്രോധം, അസൂയ, മോഹം തുടങ്ങിയ വിഷമമായ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെയും അനാവശ്യമായ കെട്ടുപാടുകൾ ഉപേക്ഷിക്കുന്നതിലൂടെയും ആന്തരിക സമാധാനം കൈവരിക്കാൻ കഴിയും. ഓർക്കുക, ഈ വരികൾ ബുദ്ധമത ഗ്രന്ഥമായ ഉരകസൂത്രത്തിൽ നിന്നാണ് എടുത്തത്. ഇത് ബുദ്ധമത പരിശീലനത്തിന്റെ കേന്ദ്രമായ സ്വയം നിരീക്ഷണത്തിന്റെയും മനസ്സിന്റെ നിയന്ത്രണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വിവരങ്ങൾ ഉപകാരപ്രദമാണെന്ന്. നിങ്ങളുടെ അഭ്യർത്ഥനയനുസരിച്ച് പ്രചോദനക്കുറിപ്പുകൾക്കൊപ്പം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ വരികൾ ഇതാ. മനസ്സിൽ രോഷം ഉയരുന്ന നിമിഷം തന്നെ അതിനെ അടക്കാൻ കഴിയുന്ന ആൾ പെട്ടെന്നു പടരുന്ന പാമ്പിന്റെ വിഷത്തെ ശമിപ്പിക്കാൻ മറുവിഷം നൽകുന്നതുപോലെയാണ്. അത്തരമൊരു സന്യാസി ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. പാമ്പ് പഴയ പുറംകുടൽ ഉപേക്ഷിക്കുന്നതുപോലെ തന്നെ. പ്രചോദനക്കുറിപ്പുകൾ. ക്രോധത്തെ നിയന്ത്രിക്കുക. നിങ്ങളുടെ ക്രോധത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് ജീവിതത്തിലെ വിജയത്തിന് വളരെ പ്രധാനമാണ്. അത് നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാനും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. വിഷമമായ വികാരങ്ങളെ കീഴടക്കുക. ക്രോധം മാത്രമല്ല, അസൂയ, അഹന്ത, മോഹം തുടങ്ങിയ വിഷമമായ വികാരങ്ങളെയും നിയന്ത്രിക്കേണ്ടത് പ്രധാനമാണ്. ഈ വികാരങ്ങൾ നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു. അനാവശ്യമായ കെട്ടുപാടുകൾ ഉപേക്ഷിക്കുക. ജീവിതത്തിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന അനാവശ്യമായ കെട്ടുപാടുകൾ ഉപേക്ഷിക്കുന്നത് പ്രധാനമാണ്. ഇതിൽ വസ്തുക്കളോടുള്ള ആസക്തി, മറ്റുള്ളവരുടെ അംഗീകാരത്തിനായുള്ള മോഹം, ദുഃഖത്തിന്റെ പിടിയിൽ നിന്നും പുറത്തുവരാനുള്ള കഴിവില്ലായ്മ എന്നിവ ഉൾപ്പെടുന്നു. പുരോഗതി. പഴയ ശീലങ്ങളെയും ചിന്തകളെയും ഉപേക്ഷിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനും തയ്യാറാവുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കും. ആന്തരിക സമാധാനം. ക്രോധം, അസൂയ, മോഹം തുടങ്ങിയ വിഷമമായ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെയും അനാവശ്യമായ കെട്ടുപാടുകൾ ഉപേക്ഷിക്കുന്നതിലൂടെയും ആന്തരിക സമാധാനം കൈവരിക്കാൻ കഴിയും. ഓർക്കുക, ഈ വരികൾ ബുദ്ധമത ഗ്രന്ഥമായ ഉരകസൂത്രത്തിൽ നിന്നാണ് എടുത്തത്. ഇത് ബുദ്ധമത പരിശീലനത്തിന്റെ കേന്ദ്രമായ സ്വയം നിരീക്ഷണത്തിന്റെയും മനസ്സിന്റെ നിയന്ത്രണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വിവരങ്ങൾ ഉപകാരപ്രദമാണെന്ന്. പഴയ ദേവതനാണെങ്കിൽ ഗ്രാമത്തിന്റെ ദുരിതം കണ്ട് കോപാകുലനാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അയാൾ സ്വസ്ഥതയോടെ ചിന്തിച്ചു. തന്റെ ധ്യാനശക്തിയിലൂടെ മഴ പെയ്യിക്കാൻ കഴിയുമോ? കണ്ണുകൾ അടച്ച് മഴയുടെ ചിത്രം മനസ്സിൽ സങ്കൽപ്പിച്ചു. മന്ത്രങ്ങൾ ചൊല്ലി പ്രകൃതിയുടെ ശക്തിയുമായി ഐക്യപ്പെട്ടു. സമയം കടന്നുപോയി, പക്ഷേ മഴ വന്നില്ല. ചില ഗ്രാമവാസികൾ പരിഹാസം കാണിച്ചു. എന്നാൽ ദേവദത്തൻ നിരാശ കൂടാതെ തന്റെ ശ്രമം തുടർന്നു. പെട്ടെന്ന് ഇടപാടുകളിൽ മേഘങ്ങൾ നിറഞ്ഞു. കാറ്റ് ആഞ്ഞു വീശി മഴ പെയ്തു തുടങ്ങി. ഗ്രാമം സന്തോഷത്തിമയമായി. ആളുകൾ ദേവദത്തനെ ഒരു ദൈവമായി കണക്കാക്കി. എന്നാൽ അയാൾ ചിരിച്ചു പറഞ്ഞു, ഞാൻ ദൈവമല്ല, നിങ്ങളിലൊരാളാണ്. കോപത്തെ ഉപേക്ഷിച്ചതുകൊണ്ട് പ്രകൃതിയുടെ ശക്തിയുമായി ഐക്യപ്പെടാൻ എനിക്ക് കഴിഞ്ഞു. പ്രചോദനക്കുറിപ്പുകൾ.
നിരാശ കൂടാതെ പരിശ്രമിക്കുക. നിങ്ങൾ ഒന്നിലും വിജയിക്കാതിരിക്കാം, പക്ഷേ പരിശ്രമം ഉപേക്ഷിക്കരുത്. ദേവദത്തൻ മഴ വരാതിരുന്നപ്പോൾ പോലും ശ്രമം തുടർന്നു. മറ്റുള്ളവരെ സഹായിക്കുക. കരുണയും സഹാനുഭൂതിയും കാണിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം പ്രധാനമാണ്. നമുക്കെല്ലാം ശക്തികളുണ്ട്. ദേവദത്തൻ തന്റെ ധ്യാനശക്തിയിൽ വിശ്വസിച്ചു. അത് വിജയത്തിലേക്ക് നയിച്ചു. കഠിനാധ്വാനത്തിന്റെ ഫലം. എന്തും നേടണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. ദേവദത്തൻ വർഷങ്ങളോളം ധ്യാനം ചെയ്തു. അത് അയാൾക്ക് വരൾച്ച ബാധിച്ച ഗ്രാമത്തെ സഹായിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയിലെ സന്യാസിമാരുടെയും ഋഷിമാരുടെയും കഥകളിൽ മനസ്സിന്റെ നിയന്ത്രണത്തിലൂടെ അസാധാരണ ശക്തികൾ നേടുന്നവരെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ കാണാം. ഈ കഥ ദേവദത്തന്റെ യാത്രയിലൂടെ മനസ്സിന്റെ ശക്തിയെയും കോപത്തെ ജയിക്കുന്നതിന്റെ പ്രാധാന്യത്തെയും പ്രദർശിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.